ഹലോ ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നവരാത്രിയൊക്കെ തുടങ്ങി. എനിക്ക് നവരാത്രി എന്ന് പറയുന്നത് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ട് ആണ്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് നവരാത്രി വ്രതവും. നവരാത്രിയിൽ നവരാത്രി വ്രതമൊക്കെ തുടങ്ങി ശരിക്കും ദേവിയെ നന്നായിട്ടൊക്കെ 9 ദിവസമൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഭയങ്കര ഒരു ക്യാരക്ടർ സ്ട്രെങ്ത്തും പൊതുവേ ഒരു ഒരു ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഒരു വർഷത്തേക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ദേവിയായിട്ട് ഇങ്ങനെ അടുക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ദേവി നമ്മുടെ കുറേ വിഷമഘട്ടത്തിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കലും നമ്മൾക്ക് ഭയങ്കരമായിട്ടൊരു പവർ തരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി ഫോർ വിമൻ. അത് തോന്നലാണോ എന്നറിയില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത് ആൻഡ് പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു കുറച്ചും കൂടെ ദയ, കരുണ, അങ്ങനെ ചില സർക്കംസ്റ്റാൻസസിൽ വേണ്ട സമയത്തൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതിങ്ങനെ ദേവിയെ പ്രാർത്ഥിക്കണമെന്നാണെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് നവരാത്രി ഒരിക്കൽ പൂജകൾ നമ്മൾ തുടങ്ങി നമ്മുടെ വ്രതമൊക്കെ എടുത്ത് തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ ലൈഫിൽ തന്നെ ഒരു നല്ലൊരു വ്യത്യാസം തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം നവരാത്രി വ്രതം എടുക്കുക. എനിക്കത് മാത്രം എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് പാർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. വേറെ എന്ത് ഗിവപ്പ് ചെയ്താലും എനിക്ക് ഈ നവരാത്രി വ്രതം, നവരാത്രിയിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് തരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ ഒരു നാമങ്ങളൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. എന്നും നമ്മൾ വൈകിട്ട് സന്ധ്യാനാമം ചൊല്ലാറുണ്ട്. എന്നാലും നവരാത്രി സമയത്ത് കുറച്ചും കൂടെ നല്ലതായിട്ടൊക്കെ ഒന്ന് ഓരോ സ്തോത്രങ്ങൾ ഓരോ ദിവസമായിട്ടൊക്കെ പാടാനൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ ഹോൾ ഫാമിലിയായിട്ട് നമ്മൾ കൂടെ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കാര്യം പിള്ളേർ പഠിക്കുക, അപ്പോൾ അവർക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്കിങ്ങനെ ഒരുമിച്ച് സന്ധ്യാനാമമൊന്നും പറയാൻ പറ്റാറില്ല. പക്ഷെ നവരാത്രി സമയത്താണ് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥന, അതൊക്കെ പോസിബിൾ. അത് സ്ട്രിക്റ്റായിട്ട് ചെയ്യാറുണ്ട്. അപ്പം വീട്ടിലെല്ലാവരും കൂടെ നിന്ന് ഒരുമിച്ച് ദേവിയുടെ സ്തുതികളൊക്കെ പാടി ഒരു ചെറിയ പൂജ പോലെയൊക്കെ ചെയ്യും. ഞാൻ ചെറുതായിട്ടൊരു കൊലുവൊക്കെ വയ്ക്കും ഇവിടെ. പിള്ളേർക്ക് കൊച്ചിലെ അവർ കുഞ്ഞായിരുന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ട്രഡീഷൻ, അവർക്ക് ഈ ഒരു ട്രഡീഷൻസൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് എനിക്ക് തന്നെ ഒരു ക്രേസായി. ഇങ്ങനെ ഒരു ഡോൾ കളക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോബി അല്ലെങ്കിൽ എൻ്റെ ഒരു ക്രേസായി. അത് നവരാത്രിക്ക് ദേവിയെ തൊഴുത് വന്ന ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നാരായണീ സ്തുതി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു പറയാൻ. എല്ലാ ദിവസവും സഹസ്രനാമം പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഏതെങ്കിലും ഒരു നാമം ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നാരായണീ സ്തുതി പാടിയപ്പം തരക്കേടില്ലാതെ വന്നു എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഇടാമെന്ന്. ഓക്കെ, അപ്പോൾ കേട്ട് നോക്കൂ, നിങ്ങളുടെ കമൻസ് പറയൂ. So today is second day of Navratri and I'm going to say Narayani Stuti. Sarvasya buddhirupena janasya hridi samstite swargapavargade devi Narayani namostute kalakashtadirupena parinamapradaini विश्वस्योपरदौ शक्ति नारायणी नमोस्तुते सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते सृष्टिस्थितिविनाशानां शक्तिभूते सनातनी गुणाश्रये गुणमये नारायणी नमोस्तुते शरणागतदीनार्थ परित्राणपरायणे सर्वस्यार्तिहरे देवी नारायणी नमोस्तुते हंसयुक्तविमानस्ते ब्रह्माणि रूपधारिणी कौशाम्बक्षरिगे देवी नारायणी नमोस्तुते त्रिशूलचन्द्राहिधरे महावृषभवाहिनी माहेश्वरी स्वरूपेण नारायणी नमोस्तुते मयूरकुक्कुटवृदे महाशक्तिधरे नखे कौमारी रूपसंस्थाने नारायणी नमोस्तुते
നമോസ്തുതേ. ശംഖചക്രഗദാശാംഗ ഗൃഹീത പരമായുധേ പ്രസീദ വൈഷ്ണവീ രൂപേ നാരായണീ നമോസ്തുതേ. ഗൃഹീതോഗ്രമഹാചക്രേ ദംശ്രോധൃതവസുന്ദരേ വരാഹരൂപിണീ ശിവേ നാരായണീ നമോസ്തുതേ. നൃസിംഹരൂപേണോഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യ ത്രാണസഹിതേ നാരായണീ നമോസ്തുതേ. കിരീടിനീ മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ചൈന്ദ്രീ നാരായണീ നമോസ്തുതേ. ശിവദൂതിസ്വരൂപേണ ഹതദൈത്യ മഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണീ നമോസ്തുതേ. ദംശ്രാകരാളവദനേ ശിരോമാലാ വിഭൂഷണേ ചാമുണ്ഡേ മുണ്ഡമദനേ നാരായണീ നമോസ്തുതേ. ലക്ഷ്മിലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടിസ്വദേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണീ നമോസ്തുതേ. മേദേ സരസ്വതി വരേ ഭൂതിഭാബ്രവിതാമസി നിയതേ ത്വം പ്രസീദേശേ നാരായണീ നമോസ്തുതേ.